ലോകത്തെ കള്ളക്കടത്തുകളിൽ ഏറ്റവും വലിയ ഇടപാടുകളിലൊന്ന് നടക്കുന്നത് പൗരാണിക മൂല്യമുള്ള വസ്തുക്കളുടേതാണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻറ്റഗ്രിറ്റി എന്ന ഏജൻസിയുടെ കണക്കനുസരിച്ച് പ്രതിവർഷം $600 കോടി വിനിമയമാണ് ഈ വസ്തുക്കളുടെ കള്ളക്കടത്തിലൂടെ മാത്രം നടക്കുന്നത്. 2008-നും 2012-നും ഇടയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 3676 കേന്ദ്രങ്ങളിൽ നിന്നായി 4408 സാധനങ്ങൾ മോഷണം പോയി. ഇതിൽ 1493 എണ്ണം മാത്രമാണ് തിരിച്ചു പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ആഗോളതലത്തിൽ നടക്കുന്ന ഈ പൗരാണിക സാധനങ്ങളുടെ കള്ളക്കടത്തിന് വേണ്ടി ഏറ്റവും വലിയ കൊള്ള നടക്കുന്നത് ഇന്ത്യയിലാണ്, അതും തമിഴ്നാട് ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിഗ്രഹ കള്ളക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാനിയുണ്ട്, സുഭാഷ് ചന്ദ്ര കപൂർ. അമേരിക്കയിലെ മാൻഹാട്ടനിൽ ആർട്ട് ഓഫ് പാസ്റ്റ് എന്ന ഗാലറി നടത്തിയിരുന്ന ഇന്ത്യൻ വംശജൻ. തമിഴ്നാട്ടിലെ പുഴൽ സെൻട്രൽ ജയിലിൽ വിഗ്രഹ കള്ളക്കടത്ത് കേസിൽ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് സുഭാഷ് കപൂർ ഇപ്പോൾ. 2011 ഒക്ടോബർ 30-നാണ് ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ വെച്ച് സുഭാഷ് കപൂർ പോലീസിന്റെ പിടിയിലാകുന്നത്. ഇന്റർപോളിന്റെ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. 2012-ൽ സുഭാഷ് കപൂറിനെ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു. തമിഴ്നാട് പോലീസിന്റെ ഐഡൽ തെഫ്റ്റ് വിങ്ങിലെ CID വിഭാഗം നിരവധി തെളിവുകളാണ് കോടതിയിലെത്തിച്ചത്. തമിഴ്നാട് കോടതി വിചാരണ പൂർത്തിയാക്കി. സുഭാഷ് കപൂർ എന്ന അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനെ 10 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. തമിഴ്നാട്ടിലെ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. തഞ്ചാവൂർ മേഖലയിലെ അടക്കം ചോള കാലഘട്ടത്തിന്റെ ചരിത്രം പേറുന്ന തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളായിരുന്നു സുഭാഷ് കപൂറിന്റെ ലക്ഷ്യം. 2008-ൽ 1000 വർഷം പഴക്കമുള്ള ഓടിൽ തീർത്ത നടരാജ വിഗ്രഹം സുഭാഷ് കപൂർ കടത്തിക്കൊണ്ടുപോയി ഓസ്ട്രേലിയൻ നാഷണൽ ആർട്ട് ഗാലറിക്ക് വിറ്റത് $50 ലക്ഷം. 1000 വർഷം പഴക്കമുള്ള ശിവഭഗവാന്റെ കൽപ്രതിമ ന്യൂ സൗത്ത് വെയിൽ ആർട്ട് ഗാലറിക്ക് സുഭാഷ് കപൂർ കടത്തിക്കൊണ്ടുപോയി വിറ്റത് കോടികൾക്കാണ്. സുഭാഷ് കപൂറിന്റെ മാൻഹാട്ടനിലെ ഗോഡൌണിൽ നിന്ന് $107 മില്യൺ വില വരുന്ന 2622 വിഗ്രഹങ്ങളാണ് കണ്ടെടുത്തത്. ഇന്ത്യയിൽ നിന്ന് വിഗ്രഹങ്ങളും പൗരാണിക സാധനങ്ങളും മോഷ്ടിച്ചു കടത്താൻ സുഭാഷ് കപൂറിന് പ്രത്യേക ശൃംഖല തന്നെയുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ വൃദ്ധനായ ഗോവിന്ദരാജ ദീനദയാലും സംഘവുമായിരുന്നു ഇയാളുടെ പ്രധാന വിഗ്രഹ വിതരണക്കാർ. മോഷ്ടിക്കുന്ന വിഗ്രഹങ്ങൾക്ക് വ്യാജ ASI സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നത് ഡൽഹി സ്വദേശിയായ ഉദിത് ജെയിനായിരുന്നു. അങ്ങനെ നിരവധി പേർ ആ സംഘത്തിന്റെ കണ്ണികളായി ഉണ്ടായിരുന്നു. മുംബൈ തുറമുഖത്ത് നിന്ന് അമേരിക്കയിലേക്ക് പോയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നർ US കസ്റ്റംസ് പിടിച്ചതോടെയാണ് സുഭാഷ് ചന്ദ്ര കപൂർ എന്ന കള്ളക്കടത്തുകാരനെ തിരിച്ചറിഞ്ഞത്. ആ കണ്ടെയ്നർ നിറയെ മോഷ്ടിച്ചു കടത്തിയ പൗരാണിക ഉരുപ്പടികളായിരുന്നു. തുടർന്ന് ദീർഘകാലം നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിലാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിഗ്രഹ കള്ളക്കടത്തുകാരൻ പിടിയിലായത്. സുഭാഷ് കപൂർ പിടിക്കപ്പെട്ടതോടെ ഈ കണ്ണികളിൽ പലരും വലയിലായി. വല പൊട്ടിച്ചവർ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുമുണ്ട്. ഇന്ത്യൻ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ചവർ ഇപ്പോഴും വിഗ്രഹ കടത്തുകൾ നടത്തുന്നു. പ്രാദേശിക സംഘങ്ങളെയാണ് സുഭാഷ് കപൂർ കൂടുതലും ഈ കൊള്ളയ്ക്ക് വേണ്ടി ആശ്രയിച്ചത്. ക്ഷേത്രങ്ങളിലെയും സ്മാരകങ്ങളിലെയും പുരോഹിതരെയും ജീവനക്കാരെയും പണം കൊടുത്ത് വശത്താക്കും. 2-3 ലക്ഷം രൂപയാണ് ഇവർക്കുള്ള പ്രതിഫലം. യഥാർത്ഥ വിഗ്രഹങ്ങളും പ്രതിമകളും അടിച്ചുമാറ്റി രായ്ക്ക് രാമാനം ഒറിജിനലെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് വയ്ക്കും. മോഷണം നടന്നതായി ആരും അറിയില്ല. സുഭാഷ് കപൂറും സംഘവും നോട്ടമിട്ട പല ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഇരിക്കുന്ന ശില്പങ്ങൾ ഈ ഡ്യൂപ്ലിക്കേറ്റുകളാകാനാണ് സാധ്യത. വിഭജന സമയത്ത് കറാച്ചിയിൽ നിന്ന് പഞ്ചാബിലേക്ക് കുടിയേറിയ കുടുംബം. പൗരാണിക കലാരൂപങ്ങൾ വിൽക്കുന്ന അച്ഛന്റെ ബിസിനസ് സുഭാഷ് കപൂറും പിന്തുടർന്നു. കച്ചവടത്തിന്റെ ആഗോള സാധ്യത തിരിച്ചറിഞ്ഞ് അമേരിക്കയിലേക്ക് കുടിയേറി പൗരത്വം സ്വീകരിച്ചു. കണഞ്ചിപ്പിക്കുന്ന വളർച്ച, ഭരണകൂടങ്ങൾ ഓച്ചാനിച്ചു നിൽക്കുന്നത്ര ധനികൻ. തായ്ലാന്റ് അടക്കം പല റൂട്ടുകളുണ്ടായിരുന്നു സുഭാഷ് കപൂറിന് വിഗ്രഹങ്ങൾ കടത്താൻ. ലോകമറിയുന്ന, രാജ്യം ആദരിച്ച ചരിത്രകാരന്മാരും ഗവേഷകരും ഒക്കെ ഉണ്ടായിരുന്നു സുഭാഷ് കപൂറിന്റെ ചങ്ങലക്കണ്ണികളിൽ. ഒരു സുഭാഷ് കപൂർ ഒടുങ്ങിയാലും നമ്മുടെ പൗരാണിക സമ്പത്തിനെ ലക്ഷ്യമിട്ട് വീണ്ടും വീണ്ടും കൊള്ളക്കാർ വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് പോറ്റിയുടെയും ഭണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും ഒക്കെ മുഖങ്ങളായിരിക്കും. ശബരിമലയിൽ പോറ്റിയും കൂട്ടരും നടത്തിയത് ഈ സുഭാഷ് കപൂർ മോഡൽ കൊള്ളയെന്നാണല്ലോ സംശയിക്കുന്നത്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഇപ്പോൾ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട തിരുവട്ടാർ ക്ഷേത്രത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 2 കൽപ്രതിമകളും തിരുവാഭരണങ്ങളും മോഷണം പോയിരുന്നു. ഇതൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇതിനു പിന്നിലും സുഭാഷ് കപൂറിനെ പോലെയുള്ള അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരെന്നാണ് സംശയിക്കുന്നത്. നൂറ്റാണ്ടുകളായി കൊള്ളയടിക്ക് വിധേയമായ നമ്മുടെ ക്ഷേത്രങ്ങൾ ഇപ്പോഴും സുരക്ഷിതമല്ല എന്ന് വ്യക്തം. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.